ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഇതെന്തൊരു ലോകമാണിത്? ഈ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ മനുഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ആ മനുഷ്യരെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? 2ഉം 6ഉം വയസ്സുള്ള ആ കുഞ്ഞുങ്ങളുടെ ഇരിപ്പ്, അവരുടെ ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. അവരുടെ അച്ഛനെയും അമ്മയെയും ഇടിച്ച് കൊന്നൊരു പ്രതിയാണ് അയാൾ. പുറത്തിറങ്ങി വിലസി നടക്കുന്നു, അയാൾ റീലുകൾ പോസ്റ്റ് ചെയ്യുന്നു, യാത്രകൾ പോകുന്നു, ആഘോഷിക്കുന്നു. ആ മക്കൾക്ക് ഇന്ന് ആരുമില്ല. അമ്മൂമ്മയുടെ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നതുമല്ല. ആ മക്കൾക്ക് നീതി ഉറപ്പാക്കാനും ഈ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാനും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ് ഗോപാൽ? അഷിയാസ് ചോദിച്ച ചോദ്യം ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, ആ മനുഷ്യർക്ക് അനുകൂലമായി എന്തിവിടെ സംഭവിച്ചു എന്നതാണ് അറിയേണ്ടതായി ബാക്കിയുള്ളത്. കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതിയാണ് രജിത്തും അംബികയും സഞ്ചരിച്ച ബൈക്കിൽ ഇത്തരത്തിൽ താർ എന്ന ജീപ്പ് പിന്നിൽ കൊണ്ടുവച്ചിടിച്ച് ആ വീണതിന് ശേഷം രക്ഷപ്പെടുന്നതിന് ഭാഗമായി ആ സ്ത്രീയുടെ ദേഹത്തേക്ക് വാഹനം ഇടിച്ച് കയറ്റി അവരെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് 15 ദിവസം കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള രജിത്തും മരണപ്പെട്ടു. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ടാകുന്നു. മറുവശത്ത് ഈ പ്രതി യഥേഷ്ടം വിഹരിക്കുന്നു. പോലീസ് 6 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. തേനിയിൽ ഈ പ്രതി ഒളിച്ചു താമസിച്ച സ്ഥലത്ത് തെളിവെടുക്കണം എന്ന വാദം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും അതിനോടൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടും ഈ കുടുംബം നേരിടുന്നുണ്ട്. മറുവശത്ത് ഈ വിഷ്ണു എന്ന പ്രതി, അയാൾക്ക് കർശന ഉപാധികളോടുകൂടിയാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ആ ജാമ്യ വ്യവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇയാൾ യഥേഷ്ടം വിഹരിച്ചു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത അയാൾ താർ ജീപ്പ് ഓടിച്ചു കളിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ വാഹനം ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീലായി പോസ്റ്റ് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ മെയ് 17-ാം തീയതിയാണ് ഇയാൾ ഈ റീൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനം വിട്ടു പോകരുത് എന്ന ഉപാധി നിലനിൽക്കെ തന്നെ ഇയാൾ സംസ്ഥാനം വിട്ട് യാത്രകൾ പോകുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ കർശന ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തി ഒരു ക്രിമിനലിന് എങ്ങനെയാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു അമ്മുമ്മയും ആ കുഞ്ഞുങ്ങളുടെ മാമനും ചേർന്നാണ് 6ഉം 2ഉം വയസ്സുള്ള 2 പൊടിക്കുഞ്ഞുങ്ങളെ ഇന്ന് പോറ്റുന്നത്. അവർക്കാകെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഇന്ന് ഭൂമിയിലില്ല. 2 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞ് അച്ഛൻ എവിടെ, അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ കണ്ണു നിറച്ച് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള ഈ അമ്മുമ്മയ്ക്കും മാമനും മുന്നിലുള്ളത്. അതേ സമയത്താണ് ഇത്തരത്തിൽ അനീതിയുടെ കൊടികുത്തി വാഴുന്ന കാഴ്ച നമുക്ക് മറുവശത്ത് വിഷ്ണുവിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. ഷിഹാസ്. ശരി ഗോപാൽ, ആ കുഞ്ഞുങ്ങൾക്ക് എന്താണെങ്കിലും അച്ഛനെയും അമ്മയെയും തിരിച്ചു കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷേ ആ അച്ഛനെയും അമ്മയും താർ ജീപ്പ് കയറ്റി കൊന്ന ഒരു പ്രതി, അയാൾ പുറത്ത് ആഘോഷിച്ച് നടക്കുന്നതെങ്കിലും ഒഴിവാക്കാൻ നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾക്ക് കഴിയണം. കുറ്റപത്രം സമർപ്പിക്കണം. ആ 2 മക്കൾക്ക് നഷ്ടപരിഹാരമെങ്കിലും ഉറപ്പാക്കാൻ സാധിക്കണം. സർക്കാരും കണ്ടില്ല എന്ന് നടിക്കരുത്. ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. ഈ വിഷ്ണു എന്ന് പറയുന്ന പ്രതിക്ക് ക്രൂരനായൊരു പ്രതിയാണ് അയാൾ. കാരണം അയാൾ വീണ്ടും വണ്ടി കയറ്റി ഇറക്കി കൊന്നു എന്ന് തന്നെ പറയാം. അയാൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം.